ഇതെങ്ങനെ നിങ്ങൾ ഇവിടുത്തെ ധ്യാന ശ്ലോകം നിങ്ങൾ ചൊല്ലി ഇത് ആരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വാമ്പാദം ശരി. അതോ ഇത് ഇവിടുത്തെ ധ്യാന ശ്ലോകം എന്ന് ആരാ പറഞ്ഞേ? ഇത് ഈ ധ്യാനം ഈ ശ്ലോകം തമിഴ്നാട്ടിൽ പോപ്പുലറായിട്ടുള്ള സാധനമാണ്. അവിടെ JNUവിൻ്റെ കിഴക്കേ ഗേറ്റിൽ ബേർ സരായ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു അയ്യങ്കാരന്മാരുടെ അമ്പലമുണ്ട്. അവിടെ അതിൻ്റെ പേര് വൈകുണ്ഠനാഥ്ജി മന്ദിർ എന്നാണ്. അവിടെ ഇതേ പൂർണ്ണദശൻ ഇവിടുത്തെയാണ് പരിശുദ്ധമ്പുരാൻ. അപ്പോൾ പൂർണ്ണദശനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് നടുവിട്ടു തുടങ്ങല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ സാധാരണ ഒരു കുട്ടി മരിക്കുമ്പോൾ ഒരു അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും വെച്ചാൽ ഒരു തമ്പുരാൻ തന്നെ കുട്ടി മരിച്ചാൽ അമ്മയുടെ കരയും. ഇവിടെ കരയില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണത്രേശൻ തന്നു, പൂർണ്ണത്രേശൻ തിരിച്ചെടുത്തു. നമ്മൾ അതിന് കരയല്ല ചെയ്യേണ്ടത്, സന്തോഷിച്ചാണ്. ഈ അടിമ എന്ന് പറഞ്ഞാൽ ദാസനും തമ്മിൽ ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു സെർവൻറ്റ് എന്നുള്ള ഒരു ഇതിലാണ്. അടിമ എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് യുവർ സെൽഫ്, യു ആർ നോട്ട് ദ ഓണർ ഓഫ് യുവർ സെൽഫ്, റൈറ്റ്? ഹീ ഈസ് ദ ഓണർ, റൈറ്റ്? അപ്പോൾ അതാണ് അതിലെ ഡിഫറൻസ്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും പൂർണ്ണത്രേശൻ കഴിഞ്ഞേ ഇതുള്ളൂ. അതിനൊരു മഹാരാജാവ് ശ്രീ കോതരവിപ്പെരുമാളിന്റെ അറിയിപ്പനുസരിച്ച് നടപ്പ് വർഷം 30 ആയാണ്ട് ഇരവിയാദിച്ചൻ ഏർപ്പെടുത്തിയ പ്രകാരം പരടയാരും പൊതുവാളും കൂടി ഇരവിയാദിച്ചന്റെ സാന്നിധ്യത്തിൽ ഏകകണ്ഠമായി ചെയ്ത വ്യവസ്ഥ. തിരുപ്പൂണിത്തറ ദേവന്റെ തിരുവാരാധനയ്ക്ക് ശാന്തി തുടങ്ങി അടിച്ചുതൊളി വരെയുള്ള ഏതൊരു ക്രിയയും പരടക്കാർ വിലക്കാൻ പാടുള്ളതല്ല. വിലക്കുന്നവർക്ക് കൂട്ടുനിൽക്കാനും പാടില്ല. ദേവദാന വസ്തുക്കളിൽ പ്രവേശിച്ച് വിലക്കുകയോ ആദായമെടുക്കുകയോ പാടില്ല. പ്രവേശിച്ച് വിലക്കുന്നവർക്കും ആദായമെടുക്കുന്നവർക്കും കൂട്ടുനിൽക്കുവാനും പാടില്ല. ഈ വ്യവസ്ഥ ലംഘിക്കുന്ന പരടക്കാരൻ 15 കഴഞ്ച് സ്വർണം രാജാവിന് പിഴയൊടുക്കണം. രാജാവിനുള്ള പൊന്ന് അടയ്ക്കുന്നതിന് മുൻപ് മറ്റുള്ളവർ ഇവനോട് കൂടി ചേർന്ന് കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഏകകണ്ഠമായി പരടക്കാരും രാജാവും ചേർന്നെടുത്ത തീരുമാനം. ഇത് രേഖപ്പെടുത്തുന്നത് പൂണിത്തുറ ചാത്തൻ കുമരൻ എന്ന ഞാൻ. നമ്മളിന്ന് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം. ഏതാണ്ട് ദ്വാപരയുഗത്തോളം നീളുന്ന ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രം. ഭാഗവത്തിലെ പ്രസിദ്ധമായിട്ടുള്ള സന്താനഗോപാല കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യകഥ. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളെല്ലാം പരശുരാമനുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് കൂടുതലും. എന്നാൽ മധ്യപാണ്ഡവനായ അർജുനൻ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്ന 2 ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ. ഒന്ന് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവും 2 തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവ്യ പ്രതിഷ്ഠയായിട്ടാണ് പൂർണ്ണത്രയീശൻ്റെ പ്രതിഷ്ഠയെ കണക്കാക്കുന്നത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹങ്ങളിലൊന്നും ഇവിടുത്തേതാണ്. അനന്തപീഠത്തിന് മുകളിൽ ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടും കൂടി ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ ആ ഒരു വിഗ്രഹവും കേരളത്തിൽ അസാധാരണമാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പല പുരാതന ക്ഷേത്രങ്ങളിലും പൂർണ്ണത്രയീശനോട് സാദൃശ്യമുള്ള
ചില വിഗ്രഹങ്ങൾ ഇതുപോലെയും ചില വ്യത്യാസങ്ങളോടെയും കൂടിയൊക്കെ കാണാം. അപ്പോൾ അവിടെ അവരതിന് പരവാസുദേവൻ എന്നുള്ള വളരെ ബൃഹത്തായ ഒരു സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സന്താനഗോപാലമൂർത്തി എന്നുള്ളൊരു സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും പരവാസുദേവൻ എന്നൊരു സങ്കല്പം ഇവിടുത്തെ വിഗ്രഹ നിർമ്മാണത്തിനുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. 10-ാം നൂറ്റാണ്ടിൽ കേരളപ്പെരുമാൾ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ആദ്യകാലത്ത് കുരുസ്വരൂപത്തിൻ്റെയും പിന്നീട് കൊച്ചി രാജകുടുംബത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിന് ശേഷം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയും അധീനതയിലേക്ക് എത്തുകയായിരുന്നു. തികച്ചും വൈഷ്ണവപരമായ പൂജകൾ മാത്രം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ തന്ത്രിമാരും മേൽശാന്തിമാരുമൊന്നും ഭസ്മം ധരിക്കുക കൂടി പതിവില്ല. അപ്പം അതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട തന്ത്രിമാരെയും മേൽശാന്തിമാരെയും ഒക്കെ അവരോധിക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ടൊരു സത്യം ചെയ്യിക്കും. അകത്ത് കാണുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഉപദേവനായിട്ട് അവിടെ ഒരു ഗണപതി ഉണ്ടെങ്കിൽ കൂടി ആ ഗണപതിയെ പൂജിക്കുന്നത് പോലും അവിടുത്തെ കീശാന്തിമാരാണ്. അതുപോലും മേൽശാന്തി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. നിരവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമൊക്കെ ബന്ധിച്ചു നിൽക്കുന്ന ക്ഷേത്രം. അത്ര എളുപ്പമല്ല പൂർണ്ണത്രയീശൻ്റെ ക്ഷേത്രവിശേഷങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത്. തൃപ്പൂണിത്തുറ ഒരു ക്ഷേത്ര നഗരമായിട്ടാണ് അറിയപ്പെടുന്നത്. പഴയ തിരുക്കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഐതിഹ്യവുമായി ബന്ധിച്ച് പൂർണ്ണ വേദപുരി എന്നും തൃപ്പൂണിത്തുറയെ വിശേഷിപ്പിക്കുന്നു. ക്ഷേത്രാചാര്യനായ തന്ത്രിയുടെ ഒരു പൂജ നിത്യവും നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം തൃപ്പൂണിത്തുറയിൽ തന്നെയുള്ള പുലിയന്നൂർ ഇല്ലത്തേക്കാണ്. ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയും കീഴ്ശാന്തിയും പഴയ വടക്കൻ കേരളത്തിലെ, അതായത് തുളുനാട്ടിലെ ശീവള്ളി ഗ്രാമത്തിൽപ്പെട്ട എമ്പ്രാന്തിരിമാരായിരിക്കണമെന്നുണ്ട്. അതും വിവാഹം കഴിഞ്ഞവരായിരിക്കണം, പുറപ്പെടാശാന്തി ആയിരിക്കണം. അങ്ങനെ മറ്റനേകം നിഷ്ഠകളും പാലിക്കുവാനുണ്ട്. കൂടാതെ ഓദിക്കന്മാർക്കും പൂർണ്ണത്രയീശനെ പൂജിക്കുവാനുള്ള അവകാശമുണ്ട്. ഇവരിൽ ആർക്ക് മുടക്കം വന്നാലും ആ ചുമതല കൂടി ഓദിക്കന്മാർ ഏറ്റെടുത്ത് നടത്തണം. മധ്യകേരളത്തിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണ്ണത്രയീശൻ്റെ ഉത്സവത്തോടെയാണ്. പല ഐതിഹ്യങ്ങളുമായും ആചാരങ്ങളുമായും ബന്ധപ്പെട്ട് ഒരു വർഷത്തിൽ ഏറ്റവും അധികം ഉത്സവങ്ങൾ നടക്കുന്നതും ഒരുപക്ഷെ ഇവിടെ തന്നെയായിരിക്കും. ഇതിൽ വർഷത്തിലെ 3 ഉത്സവങ്ങളാണ് പ്രധാനം. ഇവയെ ആണ്ടടിയന്തരങ്ങൾ എന്നും പറയുന്നു. നമ്മുടെ ക്ഷേത്രോത്സവങ്ങൾ 3 തരമാണല്ലോ: ധ്വജാതി, പടഹാതി, അങ്കുരാതി. ഈ 3 വിധത്തിലുള്ള ഉത്സവങ്ങളും തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലുണ്ട്. ഇതിൽ ചിങ്ങമാസത്തിലെ ഉത്സവവും കുംഭമാസത്തിലെ ഉത്സവവും ധ്വജാതിയാണ്. തുലാം 9, ഉത്രം തിരുനാൾ എന്നിവ പടഹാതിയും. വൃശ്ചിക മാസത്തിലെ ഉത്സവം അങ്കുരാതിയുമാണ്, അതായത് മുളയിട്ടുള്ള ഉത്സവം. ഈ 3 ഉത്സവങ്ങളും ചോതി കൊടിയേറി തിരുവോണം ആറാട്ടായി വരുന്നതാണ്. നാളിൻ്റെ വ്യത്യാസമനുസരിച്ച് ചോതി കൊടിയേറ്റ എന്നുള്ളത് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഇതിൽ വൃശ്ചിക മാസത്തിലെ ഉത്സവമാണ് ഏറ്റവും പ്രധാനം. തൃപ്പൂണിത്തുറ എന്നത് ദക്ഷിണ കേരളത്തിൻ്റെ തുടക്കം കൂടിയായതുകൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും ആന എഴുന്നള്ളിപ്പുകൾക്കുമൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രങ്ങളും കുറവാണ്. തിരക്ക് പിടിച്ച നഗരഹൃദയത്തിലായിട്ട് പോലും ഗോപുരം കടന്ന് ക്ഷേത്രമതിലകത്തേക്ക് ചെന്നാൽ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അത്രയ്ക്ക് ശാന്തതയും ഭഗവത് ചൈതന്യവുമാണ് ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിനായി തിരഞ്ഞെടുത്ത ആ പവിത്രമായ സ്ഥാനവും പഴയകാല ക്ഷേത്രവാസ്തുവിദ്യയും ഋഷിതുല്യരായ ആചാര്യന്മാരുടെ ഉപാസനകളും ക്ഷേത്രമെന്നാൽ തങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കണക്കാക്കുന്ന ദേശവാസികളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ഭരണകർത്താക്കളുടെയുമൊക്കെ കാലങ്ങളായി തുടർന്നു വരുന്ന നിസ്വാർത്ഥമായ സേവനങ്ങളുടെയുമൊക്കെ ഫലമാണിത്. ഇത്തരം പൗരാണികമായ ക്ഷേത്രങ്ങളിൽ ഇടയ്ക്ക് ദർശനം നടത്തുന്നത് പോലും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് വിശദമായി മനസ്സിലാക്കാം. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം. ആദ്യം തൃപ്പൂണിത്തുറ എന്നുള്ളതിനെക്കുറിച്ചൊന്ന്, എന്താണ് തൃപ്പൂണിത്തുറയുടെ, ഏതാണ് തൃപ്പൂണിത്തുറ എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവം? ഇത് ആൾക്കാർ പറയുക, ഇതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന്. അതുമായിട്ട് കണക്ട് ചെയ്താണ് പറയണത്. ശ്രീമദ് ഭാഗവതത്തിലുള്ള നമ്മുടെ സന്താനഗോപാല കഥ, മഹാഭാരത യുദ്ധത്തിന് ശേഷം കൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് ദ്വാരവതിയാകുന്ന പുരിയിങ്കൽ വസിക്കുന്ന സമയത്ത് അവിടെ അടുക്കയുള്ള ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ മരിക്കുകയാണ്, പ്രസവത്തിലേ മരിക്കുന്നു. അപ്പോൾ ഇത് ശരിയല്ല, നാട്ടിൻ്റെ രാജാവിൻ്റെ ദോഷം കൊണ്ടായിരിക്കണം ഈ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ബാലമരണങ്ങൾ വരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കാരണത്താൽ
അതുമായിട്ട് പലതവണ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. അതൊന്നും ചെവിക്കൊണ്ടില്ല സദസ്സ്. അങ്ങനെ വന്ന് 9ാമത്തെ കുട്ടിയുടെ ശരീരവും കൊണ്ട് ദ്വാരകതിയിൽ വന്ന് അവിടുത്തെ സദസ്സിന് മുമ്പാകെ വന്ന് കരഞ്ഞ് വർത്തമാനം പറയുമ്പോൾ ആരും ചെവിക്കൊണ്ടില്ല. ആ സമയത്ത് അവിടെ എത്തിയ അർജുനൻ പറഞ്ഞു, അങ്ങക്ക് ഞാൻ എന്താ പ്രശ്നം, ഞാൻ ശരിയാക്കി തരാമല്ലോ. അപ്പോൾ പറഞ്ഞു, അങ്ങക്ക് ഇതേ പറഞ്ഞു, ഇവിടെ ഇത്ര വലിയ ആൾക്കാർ, ശ്രീകൃഷ്ണനും മക്കളും അവരുടെ മക്കളും ഇത്ര വലിയ ബലഭദ്രനും ഇത്ര വലിയ ഈ ഭയങ്കര ഒരു യാദവ സദസ്സിൽ ആർക്കും ഇത് ചെയ്യാനൊരു താല്പര്യം പോലും ഇല്ലാത്തൊരു ഇഷ്യൂവിൽ അങ്ങ് എന്തി കയറി ഇടപെടണേ, എനിക്ക് എങ്ങനെ പറ്റുക എന്നല്ല. ഇത് ഞാൻ കൃഷ്ണനുമല്ല ബലഭദ്രനുമല്ല, ഞാൻ അർജുനനാണ്, ഇതാണ് ഗാന്ധീവം കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വാക്ക് തരികയാണ്, അങ്ങക്ക് ഇനി ഉണ്ടാവുന്ന കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് ബ്രാഹ്മണനെ പറഞ്ഞയക്കുകയും അടുത്ത ഗർഭം ധരിക്കുമ്പോൾ ബ്രാഹ്മണൻ സമയത്തൊന്ന് അറിയിക്കുകയും അർജുനോടെ പോയി ഒരു ശരകൂടമുണ്ടാക്കി അതിൻ്റെ അകത്ത് വെച്ച് പ്രസവിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ബോഡി പോലും കാണാത്ത അങ്ങനെ അപ്രത്യക്ഷമായിപ്പോയി. അത്യത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യണമെന്നല്ല, ബ്രാഹ്മണൻ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാൻ ബ്രാഹ്മണനും അർജുനനും എന്താ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അർജുനൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ ഈ കുട്ടിയെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് മരിക്കാം എന്ന്. അതിനു വേണ്ടി അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ലോകം മുഴുവൻ ഞാൻ നോക്കി നിൽക്കുക ഈ കുട്ടി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ തപ്പിച്ചെന്ന് ഓരോ ദിക്കിൽ ചെന്ന്. അർജുന സകല ലോകങ്ങളിലും ആക്സസ് ഉള്ളതാണല്ലോ. അങ്ങനെ പോയി പല ദിക്കിലും തപ്പി, ഒരു ദിക്കിലും കുട്ടിയെ കാണാനില്ല. തിരിച്ചു വന്ന് എന്നാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യാം എന്ന് പറഞ്ഞ് ചതയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ചാടാൻ പോകുമ്പോൾ കൃഷ്ണൻ വന്ന് പിടിച്ച് ഇങ്ങനെ സാഹസം ചെയ്തത് എൻ്റെ അടുക്ക പറയാമായിരുന്നില്ലേ, എന്നാൽ ഞാൻ ഇത് ശരിയാക്കി തരാമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം കുട്ടി എവിടെയാണുള്ളത് എന്ന് പറഞ്ഞ് രഥത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോവാണ്. വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടികളെല്ലാ 10 കുട്ടികളും ഉണ്ട്. 9ാമത്തെ കുട്ടിയുടെ ബോഡിയും കൊണ്ട് വരുമ്പോഴാണ് അർജുനൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് 10ാമത്തെ പ്രസവം. അപ്പോൾ 10 കുട്ടികളും അവിടെ ഉണ്ട്. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഭൂലോകത്തിൽ ദുഷ്ടന്മാരെ വധിച്ച് ശിഷ്ടന്മാരെ രക്ഷിച്ച് ഭൂമിക്ക് ഭാരം കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ കാണണമെന്ന് എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു ലീലയാണിത് എന്ന് പറഞ്ഞ് അത് അങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യണേ. അവർ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ മടങ്ങാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് ബ്രാഹ്മണന് കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പോരുമ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ഒരു വിഗ്രഹം ഭൂമിയിൽ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കാനായിട്ട് തന്നാൽ ഞങ്ങൾ നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിക്കാം എന്ന് പറഞ്ഞ് കൊടുത്തയച്ചൊരു വിഗ്രഹം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നും അത് എവിടെ പ്രതിഷ്ഠിക്കണം എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച സ്ഥലമാണ് തൃപ്പൂണിത്തുറ എന്നുമാണ് ഒരു കഥ. അതിന് ആദ്യം പൂണിത്തുറയിൽ കൊണ്ട് വെച്ചു എന്നും പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അമ്പലത്തിൻ്റെ ഏകദേശം സ്ഥലത്ത് തൃപ്പൂണിത്തുറ തെറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടേക്ക് തക്കാലം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയപ്പോൾ കുറച്ചും കൂടി നല്ല ലക്ഷണമുള്ള സ്ഥലം കണ്ടുകൊണ്ട് അവിടെ ഇപ്പം അമ്പലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൂണിത്തുറയും തൃപ്പൂണിത്തുറയും വന്നത്. അപ്പോൾ ഈ പൂണി ഇതിൻ്റെ കഥ എന്താ വെച്ചാൽ, പൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവനാഴി എന്നൊരർത്ഥം ഉണ്ടത്രേ. എനിക്കല്ല മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. അങ്ങനെയാണ് ഈ ആവനാഴിയിലാണ് ഈ വിഗ്രഹം, അർജുനൻ്റെ ആവനാഴിയിൽ വെച്ചിട്ടാണ് വിഗ്രഹം കൊണ്ടുവന്ന് വൈകുണ്ഠത്തിൽ നിന്ന്. അത് തുറന്നെടുത്ത കാരണം പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തിന് പേര് വന്നു. അമ്പലം ഇവിടെ വന്നായിരുന്നു, അത് തൃപ്പൂണിത്തുറ കൂടെ ആയി എന്ന് ആണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള ഭക്തജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസം. വേറൊരു കഥ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ കേരളം എന്ന് പറഞ്ഞത് അടുത്ത കാലത്തൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഈ കടൽ ഇറങ്ങിപ്പോയിട്ട് ആണല്ലോ ഈ ഒരുമാതിരി കേരളത്തിൻ്റെ മുഴുവൻ ഉണ്ടായേക്കണേ. പണ്ട് തൃക്കാക്കരയായിരുന്നു കേരളത്തിൻ്റെ പടിഞ്ഞാററ്റം.
ഈ സംഘകാലത്തെ ചരിത്രങ്ങളിൽ തൃക്കാക്കര തലത്തിലുള്ള അമ്പലമാണ്. അതിൻ്റെ അപ്പുറത്തുള്ള മുഴുവൻ കടലിറങ്ങിപ്പോയി ഉണ്ടായിരിക്കണതാണ്. അപ്പോൾ അവിടെയൊക്കെ കടലിറങ്ങി പോകുമ്പോൾ നല്ല മണ്ണായിരിക്കില്ല, പൂണി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി തുറസല്ല, ഈ ചതുപ്പ് നിലമാണ്. തൃപ്പൂണിത്തറയൊക്കെ നോക്കിയാൽ ഇവിടെ നട്ടാൽ ഒന്നും നേരെയാവില്ല, വൃത്തിയുടെ മണ്ണാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം തുറസായിട്ടുള്ള പൂണി എന്നുള്ളതാണ്, പൂണിത്തുറ എന്നാണ് വാക്കുന്നത്. അങ്ങനെ ഒരു വേർഷൻ കേൾക്കുന്നുണ്ട്. പക്ഷേ വളരെ ആധികാരികമായി ഉള്ളൂർ എസ് പരമേശ്വരി എഴുതിയേക്കുന്നതും ഞാൻ പലതവണ പലർക്കും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും ഇതിന് ഒട്ടും ചെവിക്കൊള്ളാത്തതുമായ ഒരു വ്യാഖ്യാനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേര രാജാക്കന്മാരാണ് കൊച്ചി രാജാക്കന്മാർ. ചേര രാജാക്കന്മാർ അങ്ങോട്ട് കറങ്ങി ഇങ്ങനെ അവസാനം വന്ന് കൊച്ചിയിലാണ് ലാൻഡ് ചെയ്യണം. അതിൻ്റെ ഒരു അവസാനിക്കുന്ന ഒരു കഷ്ണം നോട്ടുകോ. അപ്പോൾ ചേര രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്നു തിരുവഞ്ചിക്കുളം. അത് ആലുവ പുഴയുടെ അല്ലെങ്കിൽ പെരിയാറിൻ്റെ തുറമുഖത്ത് ഉള്ള സ്ഥലമായിരുന്നു അവരുടെ രാജധാനി. അവിടെയായിരുന്നു പെരുന്നൈ, പെരിയാറിൻ്റെ തുറമുഖം പെരുന്നൈത്തുറൈ. അങ്ങനെ അപ്പോൾ അതിന് പെരുന്നൈത്തുറൈ എന്നുള്ള പേര് ഉണ്ടായിരുന്നു അതിന്. പണ്ട് ഇതൊക്കെ ചേരരാജാക്കന്മാരെന്ന് വെച്ചാൽ തമിഴന്മാരാണ്. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ 12 കൊല്ലം കൂടുമ്പോൾ രാജാക്കന്മാരെ തമിഴ്നാട്ടിൽ നിന്ന് വർദ്ധിക്കുന്നു കൊണ്ടുവന്ന് ഇവിടെ ഭരിപ്പിക്കുകയായിരുന്നല്ലോ. അതാണെന്നുള്ള പരിപാടി. അതിലവസാനത്തെ ചേരരാജാവിൻ്റെ ഭരണം ഇഷ്ടപ്പെട്ട കാരണം പിന്നെ അവരിവിടെ തുടർന്നു പോയി എന്നുള്ളത് മാത്രം. ബാക്കി ചോളന്മാരും പാണ്ഡ്യന്മാരും എല്ലാവരും ഇങ്ങനെ 12 കൊല്ലം കൂടുമ്പോൾ മാറി വന്ന് ഭരിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ അതിൽ ഈ ചേരരാജാക്കന്മാർ തമിഴാണ്, വളരെ പ്രത്യക്ഷമാണ്. തിരുവഞ്ചിക്കുളത്ത് അമ്പലത്തിലൊക്കെ ഇപ്പോഴും പഴയ തമിഴ് ചിട്ടകളുണ്ട്. ആ ചേര രാജാവ് ആ തമിഴ് പേരും വെച്ച് പെരുന്നൈത്തുറൈ എന്നുള്ള പേരും കൊണ്ട് അവസാനം തൃപ്പൂണിത്തുറ ഒന്ന് സെറ്റിൽ ചെയ്തപ്പോൾ അവിടെ അമ്പലം കൊണ്ട് വന്നപ്പോൾ തിരുപെരുന്നൈത്തുറൈ എന്നുള്ളത് ലോപിച്ചൊന്നാണ് തൃപ്പൂണിത്തുറ എന്നാണ് ഉള്ളൂർ എസ് പരമേശ്വരിയുടെ 1900 ഏത് കൊല്ലാന്നറിയില്ല. എൻ്റെ കയ്യിൽ ആ ബുക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അടുത്ത കാലത്ത് തപ്പിട്ട് കണ്ടില്ല. അമ്മൂമ്മയുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് അക്കാലത്ത് ഈ സമസ്ത കേരളത്തിലൊക്കെ ഭയങ്കര ഡിബേറ്റ് ഉണ്ടായിരുന്നു. കുറേ പോയിൻറ്റ്സ്. അതിൽ ഒരെണ്ണത്തിൽ ഉള്ളൂർ എസ് പരമേശ്വരി ഇങ്ങനെ തൃപ്പൂണിത്തുറയുടെ പേരിൻ്റെ ഐതിഹ്യം ഇതാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വേറെ എവിടെയും ആൾക്കാർ പറയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക വിശേഷപ്പെട്ട സാധനമാണ്. അപ്പോൾ അമ്പലം പിന്നെ അത് കഴിഞ്ഞൂടെ വന്നു. അമ്പലം അന്നൊക്കെ മൂത്തന്മാരുടെ അമ്പലം, സംശയമില്ല. എല്ലാവർക്കും മൂത്തന്മാരാ. എവിടെയൊക്കെ വക്കത്ത് മൂത്താണ് ചുമതല, തിരുവഞ്ചിക്കുളത്ത് മൂത്താണ്, തൃപ്പൂണിത്തുറ മൂത്ത തന്നെയായിരുന്നു. തൃപ്പൂണിത്തുറ ഒരുപാട് ക്ഷേത്രങ്ങളും കോവിലകങ്ങളും ചരിത്രശേഷിപ്പുകളും അതുപോലെ തന്നെ പരമ്പരാഗത കലകൾ, സംഗീതം, സാഹിത്യം, വാസ്തുവിദ്യ ഇവയ്ക്കൊക്കെ പേര് കേട്ട ഒരു രാജനഗരി. എറണാകുളം നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ തെക്ക് കിഴക്കായി കണയന്നൂർ താലൂക്കിലാണ് തൃപ്പൂണിത്തുറ സ്ഥിതി ചെയ്യുന്നത്. പഴയ രേഖകളിൽ എരവൂർ എന്നൊരു പേരുകൂടി കാണുന്നുണ്ട് തൃപ്പൂണിത്തുറയ്ക്ക്. തൃപ്പൂണിത്തുറ നഗരത്തിൻ്റെ മധ്യത്തിലായി തലയെടുപ്പോടെ നിൽക്കുകയാണ് പഴയ ആഡംബരങ്ങൾക്ക് യാതൊരു കുറവും വരാതെ പൂർവ്വകാല സ്മൃതികളുമായി പൂർണ്ണത്രയീശന മഹാക്ഷേത്രം. ഭഗവാന്റെ മാഹാത്മ്യങ്ങൾക്ക് സാക്ഷിയായി ഒരു ആൽമര മുത്തച്ഛൻ ഉണ്ടായിരുന്നത് കുറച്ചു കാലം മുൻപ് മറഞ്ഞുപോയി. പകരം തൽസ്ഥാനത്ത് പുതിയൊരു ആൽമരം വളർന്നു തുടങ്ങി. പടിഞ്ഞാറ് ചതുപ്പ് നിലങ്ങളും കിഴക്ക് വശത്ത് ചെറിയ കുന്നുകളും ഇതിൻ്റെ മധ്യത്തിലായി പൂർണ്ണത്രയീശ ക്ഷേത്രവും. ഇങ്ങനെയാണ് തൃപ്പൂണിത്തുറയുടെ ഒരു ഭൂപ്രകൃതി. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കൊച്ചി രാജകുടുംബങ്ങളുടെ കോവിലകങ്ങളും കമ്പോളങ്ങളുമൊക്കെ നിലനിന്നിരുന്നത്. ആധുനികതയുടെ കടന്നുവരവ് രാജനഗരിയിൽ പ്രതിഫലിച്ചു തുടങ്ങിയെങ്കിലും ചരിത്രാവശേഷിപ്പുകളും ആ പഴയ രാജകീയ പ്രൗഢികളുമൊക്കെ കുറേയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സുരക്ഷിതത്വത്തിന് വേണ്ടി ക്ഷേത്രത്തിന് ചുറ്റും കോട്ടമതിലുകളും തെക്കും കിഴക്കും വടക്കും കോട്ടവാതിലുകളും പടിഞ്ഞാറ് പുഴയുമായിരുന്നു നഗരത്തിൻ്റെ അതിർത്തികൾ. ഈ മതിൽക്കെട്ടിൻ്റെ അകം കോട്ടയ്ക്കകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോട്ട എന്നുള്ളത് പഴയ രേഖകളിൽ മാത്രമായെങ്കിലും കോട്ടയ്ക്കകം എന്ന പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വടക്ക് ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കോട്ടവാതിലുള്ളത്. നഗരത്തിൻ്റെ 3 അതിരുകളും നിശ്ചിതമായിരുന്നതിനാൽ നഗരവികസനം പ്രധാനമായും കിഴക്ക് ഭാഗത്തേക്കാണ് ഉണ്ടായത്. പ്രധാന മാർക്കറ്റുകളും പള്ളികളും മറ്റും കോട്ടയ്ക്ക് പുറത്താണ്. 19-ാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാവിന് വേണ്ടി നിർമ്മിച്ച ഹിൽ പാലസ് എന്ന കൊട്ടാര സമുച്ചയവും കിഴക്കു മാറിയാണ്.
ഇന്നവിടെ സർക്കാരിൻ്റെ പുരാവസ്തു മ്യൂസിയമാണ് പ്രവർത്തിച്ചു വരുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം ക്ഷേത്രനഗരികൾ മിക്കതും സംവിധാനം ചെയ്തിരിക്കുന്നത് ആസന്നപദം എന്ന പദവിന്യാസം അനുസരിച്ചാണ്. തൃപ്പൂണിത്തുറ ക്ഷേത്രനഗരവും ഈ ആസന്നപദത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം ഈ നഗരത്തിൻ്റെ മധ്യത്തിലുള്ള 4 പദത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. നഗരത്തിൻ്റെ മധ്യഭാഗത്തെ ബ്രഹ്മസ്ഥലം എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മസ്ഥലത്താണ് പൂർണ്ണത്രയീശൻ്റെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചരിത്രശേഷിപ്പുകളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതുകൊണ്ട് അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. മുൻവശത്തായി ഒരു ആൽച്ചുവട്ടിൽ ദണ്ഡൻ എന്നു പേരായ ഒരു കാവൽമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട്. ഒരു ബാണലിംഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മൂർത്തിയുടെ മുൻപിൽ ആളുകൾ ഇഷ്ടകാര്യസിദ്ധിക്കായി തേങ്ങയടിക്കുന്നതും മറ്റും കാണാം. ഗോപുരത്തിന് മുൻപിലായി 17 തട്ടുകളുള്ള ഒരു വലിയ ഓട്ടുവിളക്കുണ്ട്. മുകളിലൊരു ഗരുഡശില്പവും. വടക്ക് ഭാഗത്തായി കാണുന്നത് ക്ഷേത്രകലാപീഠമാണ്. മനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞതാണ് കിഴക്കുവശത്തെ ഗോപുരം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ചെന്നാൽ ഗോപുരവാതിലിൻ്റെ വടക്ക് ഭാഗത്തെ ഭിത്തിയിൽ ഒരു വാൽക്കണ്ണാടിയുടെ രൂപത്തിലൊരു ദേവീ സാന്നിധ്യമുള്ളത് കാണാം. അതിനു മുൻപിലൊരു വിളക്കുമൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ദേവീ സാന്നിധ്യമായിരിക്കാം ഇത് എന്ന് കണക്കാക്കുന്നു. ഇവിടെ വിളക്ക് വയ്പില്ലാതെ നിത്യപൂജയോ മറ്റു ചടങ്ങുകളോ ഒന്നും നടക്കാറുമില്ല. കുംഭമാസത്തിലെ ഉത്രനാൾ പൂർണ്ണത്രയീശൻ്റെ പ്രതിഷ്ഠാനത്തിൻ്റെ അന്ന് രാത്രി ഇവിടെ കളമെഴുത്തും തീയാട്ടുമൊക്കെ നടക്കുക പതിവാണ്. ഈ ദേവീ സാന്നിധ്യത്തെപ്പറ്റിയുള്ള മറ്റു ചില കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം. ക്ഷേത്രത്തിന് മുൻവശത്തായി 8 വലിയ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന സാമാന്യം വലിപ്പമുള്ള നടപ്പുര. മുകൾ ഭാഗത്തായി സന്താനഗോപാലം കഥകളൊക്കെ വരച്ചു വച്ചിരിക്കുന്നതും കാണാം. കിഴക്കുവശത്തെ തൂണുകളിലൊന്നിൽ ക്ഷേത്രശില്പിയായ ഈശ്വരവാര്യരുടെ ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട്. കൊടിമരത്തിന് മുൻപിലായി ഒരു വലിയ മണിയും സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടുത്തെ കൊടിമരത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണം പൊതിഞ്ഞ കൊടിമരങ്ങളിലൊന്നാണിത്. നേരത്തെ ഉണ്ടായിരുന്ന ഓട്ടുപറയിറക്കിയ കൊടിമരം കൊല്ലവർഷം 1096 ക്ഷേത്രത്തിലുണ്ടായ അഗ്നിബാധയിൽ പെട്ടുപോയിരുന്നു. പിന്നീട് ക്ഷേത്ര പുനരുദ്ധാരണ സമയത്ത് 1107 മീനം 29-ാം തീയതിയാണ് സ്വർണം പൊതിഞ്ഞ ഈ കൊടിമരം പ്രതിഷ്ഠിച്ചത്. ഇതിന് 28 കോൽ 8 അങ്കുലം ഉയരവുമുണ്ട്. അതുപോലെ തന്നെ കൊടിമരത്തിന് മുകളിലെ ഗരുഡവാഹനത്തിന് പ്രത്യേകം പീഠമില്ല എന്നതും പ്രത്യേകതയാണ്. കേരളത്തിൽ സാധാരണയായി പീഠമില്ലാതെ വാഹനത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൊടിമരങ്ങളും കുറവാണ്. പക്ഷേ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയുമൊക്കെ ചില ക്ഷേത്രങ്ങളിലെ കൊടിമരങ്ങൾ ഈ ഒരു രീതിയിൽ കാണാറുമുണ്ട്. വലിയ ബലിക്കൽപ്പുരയുടെ മുൻവശത്തെ തൂണുകളിൽ മനോഹരമായ ശിലയിൽ നിർമ്മിച്ച 2 ദ്വാരപാലകരുടെ ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബലിക്കൽപ്പുരയുടെ മുഖപ്പിൽ ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും മധ്യത്തിലായി പൂർണ്ണത്രയീശൻ്റെയും ദാരുശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള വലിയ ബലിക്കല്ലും. ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ പകർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോവാം. വലിയമ്പലം കടന്ന് അകത്തേക്ക് ചെന്നാൽ ആദ്യം കാണുന്നത് കരിങ്കല്ലിൽ നിർമ്മിച്ച കൊത്തുപണികളോടുകൂടിയ മണ്ഡപമാണ്. ഇടനാഴിയോടുകൂടിയ ചെമ്പ് പാകിയ വട്ടശ്രീകോവിൽ. ശ്രീകോവിലിന് ചുറ്റിനും ധാരാളം കൊത്തുപണികളും മനോഹരമായി വാർത്തെടുത്ത ദേവീദേവന്മാരുടെ നിരവധി വിഗ്രഹങ്ങളുമൊക്കെ കാണാം. ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ സോപാനപ്പടിയിൽ കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് കയറിയെന്ന് തൊഴാം എന്നൊരു പ്രത്യേകതയുമുണ്ട്. ശ്രീകോവിലിനുള്ളിൽ പ്രധാന മൂർത്തിയായി മഹാവിഷ്ണുവായ പൂർണ്ണത്രയീശനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആദിനാരായണനും വൈകുണ്ഠനാഥനും യോഗനാരായണനും സന്താനഗോപാലമൂർത്തിയും ഒക്കെയായ ഭഗവാൻ അനന്താസനസ്ഥനായി അനന്തൻ്റെ ഭണങ്ങളാകുന്ന കുടയ്ക്ക് കീഴിൽ ഇരുവശവും ലക്ഷ്മീദേവിയോടും ഭൂമിദേവിയോടും കൂടി ഇരിക്കുന്ന രീതിയിലുള്ള വിഗ്രഹം. 4 അടിയോളം ഉയരമുള്ള ഇത്തരം പഞ്ചലോക വിഗ്രഹങ്ങളും കേരളത്തിൽ കുറവാണ്. ശ്രീനാരായണസ്വാമി എന്നാണ് പൂർണ്ണത്രയീശൻ്റെ ഔദ്യോഗികമായ നാമം. ഭഗവാൻ ഇരിക്കുന്നതിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. ഇടത്തേക്കാൽ താഴത്തേക്കിട്ടും വലതുകാൽ മുട്ടുമടക്കി സർപ്പപീഠത്തിൽ അമർത്തിയുമാണ് ഭഗവാൻ ഇരിക്കുന്നത്. ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ മുകളിലെ വലതുകൈയിൽ ചക്രവും ഇടതുകൈയിൽ ശംഖും. താഴത്തെ കൈകളിൽ ഇടത്തേത് അനന്തപീഠത്തിൽ കുത്തിയിരിക്കുന്നു. വലതുകൈയിലേത് വ്യക്തമല്ല. പുറത്തുള്ള ചിത്രങ്ങളിൽ കാണുന്നത് പത്മമായിട്ടാണ്. ഈ വിഗ്രഹത്തിന് ഇങ്ങനെയൊരു രൂപം വരുവാനുണ്ടായ കാരണവും ഇവിടുത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തിയായിരിക്കാം. പറഞ്ഞു കേട്ട അറിവനുസരിച്ച് ശ്രീകൃഷ്ണനും അർജുനനും ബ്രാഹ്മണൻ്റെ കുട്ടികളെയും തേടി വൈകുണ്ഠത്തിലെത്തിയ സമയത്ത് അനന്തപീഠത്തിൽ ശയിക്കുകയായിരുന്ന ഭഗവാൻ മഹാവിഷ്ണു
ഇവരെ കണ്ട് എഴുന്നേറ്റിരുന്നു. ആ ഒരു രൂപമാണ് ഇവിടുത്തെ വിഗ്രഹത്തിലും നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിൽ ഈ രീതിയിൽ അല്പമെങ്കിലും സാമ്യമുള്ള വിഗ്രഹമുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കുമ്പളയിലെ അനന്തപുരം തടാക ക്ഷേത്രത്തിലാണ്. പക്ഷേ ആ വിഗ്രഹത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയുമൊക്കെ ചില പുരാതന ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണത്രയീശൻ്റെ വിഗ്രഹത്തോട് സാമ്യമുള്ളതും ചില വ്യത്യാസങ്ങളോട് കൂടിയതുമായ നിരവധി വിഗ്രഹങ്ങൾ കാണാൻ കഴിയും. ചാലൂക്യന്മാരുടെ കാലത്താണ് ഇത്തരമൊരു വിഗ്രഹ നിർമ്മിതി ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ വിഗ്രഹശാസ്ത്രമനുസരിച്ച് പരവാസുദേവൻ എന്നൊരു മൂർത്തി സങ്കല്പമാണ് ഇത്തരം വിഗ്രഹങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. രാമാനുജൻ്റെ പഞ്ചരാത്ര സംഹിതയിൽപ്പെട്ട ഈശ്വര സംഹിതയിൽ പറയുന്നതനുസരിച്ച് വൈകുണ്ഠം എന്നറിയപ്പെടുന്ന അത്യുന്നത മണ്ഡലത്തിൽ വസിക്കുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥനെ സൂചിപ്പിക്കുന്ന പദമാണ് പരവാസുദേവൻ. ഇത് വിഷ്ണു ഭഗവാന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ജ്ഞാനം, പരമാധികാരം, ഐശ്വര്യം, ശക്തി, വീര്യം, തേജസ് ഇങ്ങനെ 6 ഗുണങ്ങളാലും പൂർണ്ണമായ മൂർത്തി സങ്കല്പം. നിലവിലുള്ള ചരിത്രമനുസരിച്ച് 10-ാം നൂറ്റാണ്ടിൽ ചേരരാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ക്ഷേത്ര നിർമ്മാണമോ പുനർനിർമ്മാണമോ നടന്നിരിക്കുന്നത്. തികഞ്ഞ വൈഷ്ണവരും തമിഴ് പാരമ്പര്യമുള്ളവരുമാണല്ലോ ചേരരാജാക്കന്മാർ. സ്വാഭാവികമായും ചേരരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം നടന്ന ക്ഷേത്ര നിർമ്മാണമായതുകൊണ്ട് ഒരുപക്ഷെ അന്നത്തെ വിഗ്രഹ നിർമ്മാണത്തിൽ ആ ഒരു പുരാതന തമിഴ് ശൈലികൾ കടന്നു വന്നതായും വരാം. ഉത്സവങ്ങളെ പറഞ്ഞല്ലോ 3 ഈ പറഞ്ഞ പടഹാദി, അങ്കുരാദി, ധ്വജാദി ഓരോന്നും ഓരോ കാറ്റഗറിയിലാണ്. അതിൽ ഒന്നുമില്ലാണ്ട് ഉള്ള വെറും ധ്വജാതി മാത്രമായിട്ടുള്ള ഉത്സവമാണ് ചിങ്ങത്തിലെ ഉത്സവം. അതിനാണ് മൂശാരി ഉത്സവം എന്ന് ഇവിടെ പറയുന്നത്. മൂശാരി ഈ വിഗ്രഹം ഉണ്ടാക്കാൻ ഈ വിഗ്രഹം പലപ്പോഴും ഇതൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടി വരാൻ അത് 2 വേർഷനുണ്ട്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതൊരു ഇവിടെ അഷ്ടബന്ധമില്ല. എന്താണെന്ന് വെച്ചാൽ അത് മറ്റേ ദിവ്യപ്രതിഷ്ഠയാണ്. അർജുനൻ പ്രതീക്ഷിച്ചതാണല്ലോ വെച്ചേക്കണേ. ദിവ്യപ്രതിഷ്ഠയാണ്, അഷ്ടബന്ധമില്ല. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയതെന്നൊക്കെ ഒരു ചോദ്യം വരും. അത് രണ്ടും കൂടി ശരിക്കും പറഞ്ഞാൽ മുട്ടിപ്പോയുണ്ട്. അപ്പോൾ അതിൽ പങ്ങാരപ്പള്ളി ഒരു മൂശാരിയാണ് അത് ചെയ്തേക്കണേ. അപ്പോൾ അദ്ദേഹം അത് വാർത്തിട്ട് ഈ ഉന്മേലനം നടക്കണില്ല. ഇതിങ്ങനെ പുളങ്ങനെ അടഞ്ഞു നിൽക്കുക. അപ്പോൾ കൂടുകൂടൻ്റെ പൂർണ്ണത്രയീശ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അതിൽ കൂടിപ്പോയി എന്നാണ് ഐതിഹ്യം. അപ്പോൾ അത് ആണ് വിഗ്രഹം വലുതാവാനുള്ള ആദ്യത്തെ കാരണം. പിന്നെ കൂടി ബിംബത്തിലേക്ക് ചേർന്നു. അപ്പോൾ വലുതായി. പിന്നെയാണ് ഈ മറ്റേ വടക്കേടസ ആ കന്യക അങ്ങേമ അതെ അവരും കൂടെ ചേർന്നോട്ടാണ് ഇത്രയും വലിപ്പം ആയെന്നാണ് പൊതുവെ ഒരു ധാരണ. അത് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇങ്ങനെയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടൊരു കാര്യമുണ്ട്. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ തൂമ്പോ കല്ലുകളിൽ വിശേഷപ്പെട്ട 3 കല്ലുകളുണ്ട്. തെക്കേ തിരുമുറ്റത്ത് ദീപസ്തംഭത്തിന് കുറച്ച് കിഴക്ക് മാറി ഒരു കല്ലുണ്ട്. അത് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ കല്ലാണ്. വില്ലുമംഗലത്ത് സ്വാമിയാരോട് തൊഴാൻ വന്നു കഴിഞ്ഞപ്പോൾ ഉത്സവകാലത്ത് തൃക്കേട്ടന്ന് കാലത്താണ് അത് കാലത്തെന്നൊരു വേർഷൻ ഉണ്ട്. എനിക്ക് കുറച്ചും കൂടെ നല്ല വേർഷൻ രാത്രിയിൽ എന്നാണ് ഞാൻ ധരിച്ചേക്കണത്. അതെന്താ വെച്ചാൽ അദ്ദേഹം തൊഴാൻ വന്നു കഴിഞ്ഞപ്പോൾ ആനകളൊക്കെ തലകെട്ടി അടിച്ച് നിർത്തിയിട്ടുണ്ട്, എഴുന്നള്ളിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം തൊഴാൻ അകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചൈതന്യം കാണാമല്ലോ. ചൈതന്യമില്ലേ ഭഗവാൻ അവിടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ ഈ പുള്ളി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആനയുടെ മുകളിൽ കളിക്കുകയാണ്. ചെറിയ ഉണ്ണിയായിട്ട് എന്ന് വെച്ചു, കൃഷ്ണനായിട്ടെന്നൊക്കെ. ഇപ്പോൾ കൃഷ്ണനും വിഷ്ണുവൊക്കെ പലതല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടു എന്നും. പിന്നെ വേറൊരു കാര്യം, അത് തിരുവഞ്ചനം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് തൃപ്പൂണിത്തുറ മാത്രമുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ തന്ത്രി മുഴുവൻ പറയില്ല. അപ്പം എനിക്ക് കേട്ടേക്കണത്, എനിക്ക് തോന്നണത് ഞാൻ ധരിച്ചേക്കണമെന്നും പറയാം. ഇത് 2 ദിവസമാണ് ചെയ്യുക. അത് വൃശ്ചികത്തിലെ തിരുക്കേട്ട നാൾ 4-ാം ദിവസം, ഉത്സവത്തിൻ്റെ 4-ാം ദിവസം നമ്മുടെ കുംഭമാസത്തിലെ ഉത്രത്തിൻ്റെ 2 ദിവസമാണ് തിരുവഞ്ചനം.
അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ പറയണേ, അമ്മയോടൊക്കെ ചോദിക്കാൻ അമ്മമ്മ എന്ത് തിരുവഞ്ചന, ഇത് ഭഗവാന്റെ ക്ഷൗര എന്ന് പറയും. അങ്ങനെയാണ്. അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറ ഉത്സവത്തിന് എഴുന്നള്ളിച്ച് പോകുമ്പോൾ പടിഞ്ഞാട്ട് പോകുമ്പോൾ ആ പുഴ കടന്നങ്ങൾ ചെന്നു. പണ്ട് പുഴയുള്ള കിടക്കുക, ഇപ്പോൾ പാലമുണ്ട്, പാലത്തിന് മുകളിൽ പാലത്തിന് മുകളിൽ പോകും, ഭഗവാൻ വഞ്ചിയിൽ പോകും. അപ്പുറത്ത് നിന്ന് ആദ്യം ആനപ്പുറത്തേക്ക് എഴുന്നള്ളിച്ച് അങ്ങനെ പോകുമ്പോൾ ആദ്യം പറ, ഫസ്റ്റ് പറ മേപ്പറമ്പത്ത് മേനോക്കര അവിടെ പറ. അതിനു മുമ്പ് വഴിയിൽ വെച്ച് ഒരാൾ വന്ന് ഒരു ഇലയിൽ ഒരു കത്തി വെച്ച് കൊടുക്കും, ക്ഷൗരത്തിനുള്ള കത്തി. അപ്പോൾ ഒരു കൊല്ലൻ, അവിടുത്തെ കൊല്ലൻ്റെ അങ്ങനെ കത്തി അവിടെയൊക്കെയാണ് സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് മൂത്താനാണല്ലോ ഭഗവാന്റെ എല്ലാ ഗ്രഹം മൂത്തനാണ് ചുമതല. മൂത്ത അതെടുത്ത് അപ്പോൾ ഉള്ള ദേവസ്വത്തിൻ്റെ ഒഫീഷ്യലിനൊക്കെ കൊടുക്കും. അങ്ങനെയാണ് അത് പോണത്. അപ്പോൾ അത് പറയാം, അത് ഭഗവാന്റെ ശൗര്യത്തിനുള്ള കത്തിയാണെന്ന് പറയും. ഭഗവാൻ ഇതിന് ഈ കത്തി വേറെ ആവശ്യമില്ല, എല്ലാ ഓരോ കത്തിയുടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ തിരുവഞ്ചനത്തിന് തമിഴ്നാട് ഉത്സവ അമ്പലങ്ങളിൽ ചെന്നാൽ അവിടെ 3 തരം മൂർത്തികളാണല്ലോ. അതായത് മൂലവിഗ്രഹം, ഉത്സവ വിഗ്രഹം, അഭിഷേക വിഗ്രഹം. 3 തരം വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിൽ നിശ്ചയമായിട്ടുണ്ട്. ഓരോരുത്തർക്കും വേറെ പേര് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതെന്ന് വെച്ചാൽ അവിടുത്തെ ഈ വലിയ വിഗ്രഹത്തിൽ അഭിഷേകമൊന്നും ചെയ്യാൻ പറ്റില്ല, എവിടെ എത്തില്ല. അവരെല്ലാവരും കുപ്പായക്കാരി ടിപ്പായിരിക്കുമ്പോൾ എവിടെ അഭിഷേകം ചെയ്യണം. പല സാമക്ഷത്തിലൊക്കെ അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ 10 ആൾ 15 ആൾ നേരം നിന്നൊക്കെ അഭിഷേകം ചെയ്യേണ്ടി വരും. ഇവിടെ അതല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതേ ചിറ്റയാണ് തൃപ്പൂണിത്തുറയിൽ. തൃപ്പൂണിത്തുറയിൽ ശരിക്കും പറഞ്ഞാൽ മൂലവിഗ്രഹമാണ് നമ്മുടെ. പക്ഷേ അത് പഞ്ചലോക വിഗ്രഹമായത് കാരണം ഇവിടെ അഭിഷേകം പറ്റും. അപ്പോൾ അത് ഈ 5 ചിലാനടി പൊക്കമുള്ള അതാണ് മൂലവിഗ്രഹം. ശരിക്കും പറഞ്ഞാൽ മൂലവിഗ്രഹം അതാണെന്ന് ചോദിച്ചാൽ അതല്ല എന്ന് വേണമെങ്കിൽ ആൾക്കാർ പറയും. എന്നുവെച്ചാൽ തിടമ്പുണ്ട്, തിടമ്പാണ് ഉത്സവവിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവമൂർത്തി എന്ന് പറഞ്ഞാൽ തിടമ്പാണ്. അത് ഈ മൂലവിഗ്രഹം ഇരിക്കണ മഹാവിഷ്ണുവാണ്. വാം പാദം പ്രസാര്യ ശ്രിതദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വ ജാനുനി ആദായ വാമേതരം. വലത്തെ മുട്ടിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ജാനുനി ആദായ വാമേതരം ഇതരകരം ശേഷതൽപ്പേത. ഇടത്തെ കൈ മറ്റേ ആദിശേഷൻ്റെ മുകളിൽ കുത്തിയിട്ട് പശ്ചാൽ ബാഹുദേന പ്രതിപട ശമനെ ശംഖചക്രേ ധാന. ബാക്കി 2 കൈകൾ, ഒരു കൈ വലത്തെ മുട്ടിൻ്റെ വെച്ചിട്ട് ജാനുവിൽ വെച്ചേക്കാണ്, ഇടത്തെ കൈ അനന്തൻ്റെ മുകളിൽ കുത്തിയിട്ടുണ്ട്. ബാക്കി 2 കൈകളിലും ശംഖും ചക്രമായിട്ട്. ഇതാണ് ധ്യാനം. അപ്പോൾ ഈ സാധനം ഇതാണ് ഈ മൂലവിഗ്രഹത്തിൻ്റെ ധ്യാനം. അതല്ല നമ്മുടെ തിടമ്പ്. ഒറ്റയ്ക്ക് നിൽക്കണ മഹാവിഷ്ണുവാണ്. ഇനി അവിടെ പീഠത്തിൽ ഒരു വിഗ്രഹം കൂടി ഉണ്ട്. അതാണ് ആൾക്കാർ പറയണേ, അതാണ് വൈകുണ്ഠത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. അത് ബാസ്വൽ സഹസ്രപ്രഭം സഹസ്രപ്രഭം അതിന് ആ ധ്യാനമാണ്. അതായത് ശ്രീധര ആശ്രിഷ്ട പാർശ്വനാണ്. ശ്രീയും ധരയും അപ്പുറപ്പുറമുള്ളത്, ലക്ഷ്മിയും ഭൂമിയുള്ള, അതാണ് ആ വിഗ്രഹം. അപ്പോൾ അതാണ് 3ാമത്തെ വിഗ്രഹം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അഭിഷേക വിഗ്രഹം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഥ പറയാം. ഈ ഉത്സവകാലത്ത് എല്ലാ ദിവസവും ഒരു മറ്റേ അഭിഷേകമുണ്ട്. അത് കാലത്ത് ശിവേലി, നമ്മുടെ എതിർത്ത ശിവേലി ആണ് ഈ നമ്മുടെ പഞ്ചാരപ്പുറത്തുള്ളത്. അപ്പോൾ അതിനു മുമ്പ് എഴുത്ത പൂജയും പന്തിരടിയും കഴിഞ്ഞിട്ടാണ് എഴുത്ത ശിവേലി. അപ്പോൾ ശിവേലിക്കാണ് സമയത്ത് ഇവിടെ നവകം നിറച്ച് വയ്ക്കും. നവകം നിറച്ച് വെച്ച് അത് കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞു എന്നാണ് ആടേണ്ടത്. ഉച്ചപ്പൂജയ്ക്ക് ശേഷമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അല്ലാതെ തോന്നുന്നുണ്ട്. അതിന് മുമ്പ് ആദ്യം നവകാടിയിട്ടാണോ ഉച്ചപൂജ എനിക്കറിയില്ല. അതായത് നമ്മളതിൻ്റെ എത്താന്തരമായിട്ടുള്ളത് കൂടും. അപ്പം ഇത് നവകം ആടാൻ പൂർണ്ണദേശം കുളിച്ച് ടിപ്പായി ഉത്സവത്തിന് ആൾക്കാരൊന്നവരെ കാണുമ്പോൾ നമ്മൾ നല്ലോണം വേഷം കെട്ടിയിരിക്കണ്ടേ, ടിപ്പായിട്ട് വേഷം കെട്ടിയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇതൊക്കെ ഈ അഭിഷേകം ചെയ്യണമെങ്കിൽ ഇത് മുഴുവൻ അലങ്കാരം മുഴുവൻ മാറ്റണ്ടേ. അത് കാരണം അത് ചെയ്യാറില്ല. അത് ഈ ചെറിയ വിഗ്രഹം അതിലാണ് അഭിഷേകം ചെയ്യുക. ആ ഒരൊറ്റ കാരണം കൊണ്ട് അതിനെ അഭിഷേക വിഗ്രഹം എന്ന് പറയാം. അപ്പോൾ മൂലവിഗ്രഹം ഈ നമ്മുടെ വാമപാദം, ബാസലാണ് മറ്റേ അഭിഷേക വിഗ്രഹം. അപ്പോൾ അത് തൃപ്പൂണിത്തുറയിൽ പ്രത്യേകതയാണ്. അതിപ്പോൾ അതാണ് പറഞ്ഞു തുടങ്ങിയത്.
ഈ അഭിഷേകം ചെയ്യണത് ഈ വിഗ്രഹത്തിലാണ് അഭിഷേകം ചെയ്യുക. ഉത്സവകാലത്ത് തമിഴ്നാട് അമ്പലങ്ങളിൽ നമുക്ക് ഉത്സവകാലത്തല്ല, അവിടെ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുമജ്ജനം എന്ന് പറഞ്ഞ വഴിപാട് ഉണ്ട്. തിരുമജ്ജനത്തിനാണ് അവർ തമിഴന്മാർ മഞ്ജനം എന്നാക്കും. അവർ അതിനെ സംസ്കരണം ലോപിച്ച് മഞ്ചലാക്കുന്നത്. അതായത് നമുക്ക് ഈ അഭിഷേക വിഗ്രഹം പുറത്തേക്ക് നലിച്ചു കൊണ്ടുവന്ന ഒരു പീഠത്തിൽ കൊണ്ടുവച്ച് എല്ലാവരെയും കൂടെ അഭിഷേകം ചെയ്യും. അഭിഷേകം എന്തൊക്കെ അഭിഷേകം ചെയ്യും. മഞ്ഞളൊക്കെ ഉണ്ട് അവിടെ അവർക്ക് പ്രശ്നമില്ല, അവർ കുപ്പായിട്ടിട്ട് അഭിഷേകം, എല്ലാവരും വേഷം കെട്ടിയിട്ടാണ് അഭിഷേകം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, അപ്പം ഞാൻ നോർത്തിലൊക്കെ പോയപ്പോഴാണ് ഈ ഏതൊരു ദിക്കിൽ അമ്പലത്തിൽ, ഈ തമിഴ്നാട് അമ്പലത്തിൽ തിരുമഞ്ചാനം. അപ്പോഴാണ് എന്തിനും തിരുമഞ്ചാനം, അപ്പോഴാണ് ശരിക്ക് ഭഗവാന്റെ വിസ്തരിച്ചുള്ള കുളിയാണ് തിരുമജ്ജനം. അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഈ 2 ദിവസം നടക്കുന്ന തിരുവഞ്ചനം. അത് അവിടെ മഞ്ജനമായി, ഇവിടെ മജ്ജനം അഞ്ജനമായി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ആൾക്കാരത് ഭഗവാന് അഞ്ജനം ചാർത്തൽ, ഒരു ചാർത്തലും ഇല്ല. അഞ്ജനമൊന്നും ചാർത്തൊന്നുമല്ല. അന്ന് തൃപ്പൂണിത്തുറ അമ്പലത്തിലെ സകല തന്ത്രികളും ഒയ്ക്കന്മാരും അവിടെ പ്രസൻ്റ് ആയിരിക്കണം. അവരൊക്കെ അവിടെ അകത്ത് ഫുൾ ക്ലീനിങ്ങാണ്. അകത്ത് ഫുൾ സാധനങ്ങൾ പുറത്തിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ദിവസമാണത്, ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. അതുകൊണ്ടാണ് തിരുമജ്ജനം എന്ന് പറഞ്ഞത്. അവരന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമല്ലോ അവരെല്ലാവരും അന്ന് വൈകുന്നേരം 4 മണിക്കാവും അപ്പം അത് തമിഴ്നാടൻ ഒരു ചിട്ട ഇവിടെ വന്നതാണ്. അതെങ്ങനെ ഇവിടെ വന്നു കിട്ടും എന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പം അന്ന് അഭിഷേകത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സാധനങ്ങൾ, എന്തെങ്കിലും പ്രത്യേക ദ്രവ്യങ്ങൾ ആവശ്യപ്പെടാറുണ്ടോ? ഇല്ല, ദ്രവ്യങ്ങൾ ആവശ്യപ്പെടാറില്ല. അത് ചോദിച്ച വളരെ ഞാൻ സേവാസംഘത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർ പറയും, ഇതെന്ത് ചെയ്യാനാണ് ഈ തിരുവഞ്ഞ എന്ന് പറഞ്ഞ് നടത്തിയിട്ട് വെറുതെ എന്ത് കാണിക്കണം, ഒന്നൊരു സാധനം ഇവിടെ ക്ലീൻ ചെയ്യാൻ ഒരു സാധനമില്ല എന്ന് പറഞ്ഞ് ചോദിക്കാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ചില മറ്റേ തോട്ടക്കാട് കൃഷ്ണൻ പറഞ്ഞിട്ടാണ് സേവാസംഘത്തിൽ നിന്ന് ഞങ്ങൾ കുറേ കെട്ടിഞ്ച നാരങ്ങ കാരം, അത് പക്ഷേ വിഗ്രഹത്തിലേക്കല്ല, അവിടെയൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ക്ലീനിങ്ങാണ്. അതിന് കാരം, ഇഞ്ച പ്ലസ് നാരങ്ങ കൊടുക്കാറുണ്ട്. വേറെ ദ്രവ്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് അങ്ങനെയൊന്നും കൊടുക്കാൻ പതിവില്ല. എനിക്കറിയില്ല, അത് ചെയ്യണ്ട. അത് പിന്നെ അവിടെ നിന്ന് പ്രൊവിഷൻ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത് പറയാറില്ല. അപ്പോൾ അതാണ് ഒരു തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ സാധനം തൃപ്പൂണിത്തുറയുള്ളത്, തിരുവഞ്ചനാണ്. വേറെ എവിടെയില്ല തിരുവഞ്ചനം. പിന്നെ വേറൊരു തമിഴ്നാട് സ്പെഷ്യൽ സാധനം ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഉത്സവക്കാലത്ത് തൃക്കേട്ടന്മാർ 4-ാം ദിവസം മുതൽ രാത്രി കയറ്റിയെന്ന് കളിക്കുമ്പോൾ, വിളക്കിന് കയറ്റിയെന്ന് കളിക്കുമ്പോൾ നാസത്തിൽ ആദ്യം വായിക്കേണ്ട ഒരു സാധനമുണ്ട്, മല്ലാരി എന്ന് പറഞ്ഞൊരു ഐറ്റം. മല്ലാരി. ഈ മല്ലാരി തമിഴ്നാട് അമ്പലങ്ങളിൽ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാദ്യവിശേഷമാണ്. അത് അവർ കേട്ടാൽ അവർക്ക് മനസ്സിലാവും, ഇത് തീർത്ഥമല്ലാരി, ഇത് മറ്റെന്നെ മല്ലാരി. അപ്പോൾ ഭഗവാനെ കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ പുഴകളിലൊക്കെ പോയി കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു വായിക്കുന്ന ഒരു സ്പെഷ്യൽ മല്ലാരിയാണ്. ഭഗവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ മല്ലാരിയാണ്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. ഈ മല്ലാരി എന്നുള്ള വാക്കിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ, ഈ തമിഴ്നാട് അമ്പലങ്ങളിൽ ഈ വിഗ്രഹം എടുത്തുകൊണ്ട് അവിടെയൊക്കെ പല ദിക്കിലും പൂജക്കാരെടുക്കുക ഇത്തിരി മല്ലന്മാരെടുക്കുക. ഈ മല്ലന്മാരെടുക്കുമ്പോൾ അവർക്കിങ്ങനെ ഒരു താളത്തിലാണ് എടുക്കുക. എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടോ ഒരു താളത്തിൽ ഉള്ള ഒരു സാധനം വന്നിട്ട് അതിന് ഉള്ള ഒരു വാദ്യവിശേഷം ഉണ്ടാക്കി എന്നാണ് അത്. അങ്ങനെ പലരും നെറ്റിൽ നോക്കിയാൽ കാണാം. അങ്ങനെയാണ് ഈ മല്ലാരി ജനിച്ചേക്കണമെന്നല്ലേ. അപ്പോൾ ഈ മല്ലാരിക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ, നാസരക്കാർ സാധാരണ നാസരം മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 2 നാസരക്കാരുണ്ടാവും, 2 തകിലുകാരുണ്ടാവും, ഒരു താളക്കാരുണ്ടാവും, ശ്രുതിക്കാരുണ്ടാവും. ഒരു നാസരക്കാരൻ വായിക്കും, ഒരു തകിലുകാരൻ വായിക്കും, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മറ്റു നാസരക്കാരൻ വായിക്കും. ഇങ്ങനെയൊക്കെയുള്ള വായിക്കും. ഇതല്ല, എല്ലാവരും ഒരുമിച്ച് വായിക്കും മല്ലാരിക്ക്. അതിന് സാഹിത്യം എന്ന് പറഞ്ഞ സാധനമില്ല, ചൊല്ലുകൾ മാത്രമേ ഉള്ളൂ. അത് 3 കാലത്തിൽ മല്ലാരി വായിക്കുകയും ചെയ്യും. അതിന് 3 കാലം 2 കാലം. അപ്പോൾ നമ്മളെ വർണ്ണത്തിനൊക്കെ ചെയ്യണ മാതിരി 2 കാലവും തിസ്രവും അങ്ങനെയുണ്ട്, പല വിധത്തിലുണ്ട്. അത് സാധാരണ ഗംഭീരനാട്ടയിലാണ്, പിന്നെ ചിലപ്പോൾ നീലാംബരിയിലൊക്കെ ഉണ്ട്. അതിൽ താളം വ്യത്യാസം വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മല്ലാരി ഈ നാസരക്കാരുടെ ഒരു സ്പെഷ്യലായിട്ടാണ്. അത്
വായിക്കണമെന്ന് നിർബന്ധമുള്ള അമ്പലം തൃപ്പൂണിത്തുറ മാത്രമേ ഉള്ളൂ. വേറെ കേരളത്തിൽ ഒരു അമ്പലത്തിൽ ഈ പേടിയില്ല. ഇതെന്നാൽ തമിഴ്നാട് അമ്പലങ്ങളുണ്ടേനും. അപ്പം എങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ 2 ശീലങ്ങൾ ഇവിടെ വന്നു എന്നുള്ള ഒരു അത്ഭുതമായിട്ടുള്ളൊരു പരിപാടിയാണ്. തത്തിത്തോം തകതിത്തോം തത്തി തകതി തരിത ജനുത തരികിട തത്താൻ തിത്തിൻ തോന്തോം തോം നന്ന തത്താൻ തിത്തിൻ തോന്തോം നന്ന തദ്ദീങ്കിണ്ണത്തോം ദീങ്കിണ്ണത്തോം ദീങ്കിണ്ണത്തോം തത്തിത്തോ. ഇതാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സമ്പ്രദായം. ഇങ്ങനത്തെ ചൊല്ലുകളേ ഉള്ളൂ. ഇതിന് 3-ാം കാലത്ത് തത്തിത്തോ തകരിത്തോ തത്തി തകരി ജനത തക ഇങ്ങനെയാണ് ഈ മലയാളി. അപ്പോൾ അതിപ്പോൾ ആൾക്കാർ നാശക്കാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ വായ്പാട്ടിലും കുറേ ആൾക്കാർക്ക് പാടുന്നവരുണ്ട്. ഈ സാധനം വായിക്കണ തൃപ്പൂണിത്തുറ മാത്രമേ ഉള്ളൂ. ഞാൻ ധരിച്ചേക്കണ തിരുവനന്തപുരത്ത് പട്ടണസാംക്ഷേത്രത്തിൽ ഈ പങ്കുരി ഉത്സവം ഏതോ ഒരു ഉത്സവത്തിന് ചില ദിക്കുകളിൽ വായിക്കണമെന്ന്. പക്ഷേ അതൊരു ഇത്രയും പ്രകടമല്ല. നമ്മുടെ ഇവിടെ ഇത് പറഞ്ഞ് ഇത് മല്ലാരി എന്ന് പറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തൊരു പുഷൊക്കെ എടുത്തപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് മല്ലാരിയാണെന്നുള്ളത്. അത് വായിക്കണ്ടേ ചോദിച്ച് പറഞ്ഞു കാര്യം ചേട്ടാ അതെപ്പോഴാണ് വായിക്കുക? അത് ഇവിടെ കയറ്റി നിലയ്ക്ക് വേണം. ശരി, അത് കയറ്റി നിലയ്ക്കുമ്പോൾ ഫസ്റ്റ് സാധനം വായിക്കണ്ട. 4, 5, 6, 7 ഈ 4 ദിവസങ്ങളിൽ വിശേഷമായിട്ട് വായിക്കേണ്ട ഒരു സാധനമാണ് മല്ലാരി. ഈ പണ്ട് കാലത്തെ പെരുമാക്കന്മാർ ഈ പെരുമാക്കൾ എന്ന് പറഞ്ഞാൽ കൂടുതലും തമിഴ്നാട് ഭാഗത്തു നിന്ന്. അതെ അതെ അതെ. അപ്പം ആ ഒരു രീതിയിലാണോ ആവോ ഇങ്ങനെയുള്ള? അത് തന്നെ, സംശയമില്ല. പെരുമാളന്മാരുടെ ബാക്കിയാണല്ലോ ഈ പറഞ്ഞ ചേരന്മാരും ഒന്നും അങ്ങനെയല്ലേ. ബാക്കി എല്ലാ പെരുമാളന്മാരും വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ തിരുവഞ്ചിക്കുളത്തെ പള്ളിയറ വേറെ എവിടെയുണ്ട് കണ്ടിട്ടില്ലേ? അതായത് ഭഗവതിയുടെ അതിവിടെ കൊണ്ട് ഈ 2 കൂടെ ഒരുമിച്ച് കിടക്കും രാത്രി. തമിഴ്നാട്ടിൽ എല്ലായിലും ഉണ്ട്. ആ സാധനം അവിടെ നിന്ന് കൊണ്ടുവന്നേക്കണ വീടാണ് തിരുവഞ്ചിക്കുളത്ത്. ഇപ്പോഴും അതിൻ്റെ മുകളിൽ തമിഴിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പള്ളിയറ ഉണ്ട്. അവിടെ പള്ളിയറ എത്ര പേര് ആൾക്കാർ തൊഴാൻ പോകുന്നുണ്ട്. അതൊക്കെ ഗംഭീര പരിപാടിയാണ്. അത് തമിഴ്നാട് അമ്പലങ്ങളിൽ പോയാൽ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനം വന്ന് ഇവിടെ ഇത് വന്ന് എനിക്ക് വേറൊരു അത്ഭുതം കൂടെ ഉണ്ടായി. ഞാൻ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ചാർജായിട്ട് നടക്കുന്ന കാലം. എൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ ചാർജായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും പല കൊല്ലങ്ങളിൽ ഞാൻ ഫുൾ കച്ചേരിയുടെ ചുമതലക്കാരൻ, കച്ചേരി അറേഞ്ച് ചെയ്യാനാണ്. പക്ഷേ എനിക്ക് എഴുന്നള്ളിപ്പോൾ അതും കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല. 2 കൂടെ പാരലൽ നടക്കാനൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എഴുന്നള്ളിപ്പിന് അങ്ങനെ മുമ്പിൽ രാത്രി അവിടെ ഏകദേശം മേളം തീരുന്നു. അങ്ങനെയുള്ള ഇതിൽ നിൽക്കുമ്പോൾ ബാക്കി കൂടി പാട്ട് അവിടെ തീരാറായിട്ടുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ അന്ന് വേദവല്ലി 6 വേദവല്ലി പാടാണ്. അപ്പോൾ വേദവല്ലി പാടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ശ്ലോകം പെരുത്തൊക്കെ പാടുമല്ലോ. വാം പാദം പ്രസാരി എന്നുള്ള ശ്ലോകം ചൊല്ലി. അയ്യോ, അപ്പം ഞാൻ ഇതെങ്ങനെ ഇവർ പഠിച്ചു? എനിക്ക് അത്ഭുതമായി. വാം പാദം പ്രസാരി എങ്ങനെ വേദവല്ലി പാടുക? അപ്പോൾ അത് ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് മേളത്തിനിടയിൽ മുഴുവൻ കേൾക്കാൻ പറ്റില്ല. പക്ഷേ അവസാനം എന്താ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഇനി ഇവരായിട്ട് മുട്ടാണ്ട് നിർത്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എഴുന്നള്ളിപ്പിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ കുറച്ചൊക്കെ ഈ ബാക്കി അവിടെ ഈ വലിയ മേളമൊക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ 3-ാം എഴുന്നള്ളിപ്പിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഊരി വരികയൊക്കെ ചെയ്യും. ഏതായാലും കച്ചേരി തീർന്ന സമയത്ത് അവിടെ വൗച്ചപ്പെടാനും പൈസ വാങ്ങിക്കാനൊക്കെ വന്ന സമയത്ത് ഞാൻ ചാടി അവിടെ ചെന്നു. ഏതായാലും ഇടയ്ക്ക് ചോദിച്ചു, മാഡം ഇതെങ്ങനെ നിങ്ങൾ ഇവിടുത്തെ ധ്യാന ശ്ലോകം നിങ്ങൾ ചൊല്ലി ഇത് ആരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും വാം പാദം പ്രസാരി. അതോ ഇത് ഇവിടുത്തെ ധ്യാന ശ്ലോകം എന്ന് ആരാ പറഞ്ഞേ? അപ്പോൾ എനിക്ക് പിന്നെ എന്താ അതിലിപ്പോൾ പാതു പൂർണ്ണപ്രേശ എന്നാണ് അവസാനം. വാമപാദം പ്രസാര്യ ശ്രുത ദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വ ജാനുന്യാഥായ വാമേതരം ഇതരകരം ശേഷതൽപേതായ പശ്ചാൽ ബാഹുദ്വയേന പ്രതിപട ശമനേ ശംഖചക്രേരധാന ദേവോ ഭൂഷാദിയുക്ത ത്രിദശ പതിനുത പാതു പൂർണ്ണത്രയീശ എന്നാണ് ഇവിടുത്തെ ശ്ലോകം. അപ്പോൾ അവർ പറഞ്ഞു പാതു വൈകുണ്ഠനാഥാന്ന് ഞാൻ പാടിയത്.
ഇത് ഈ ധ്യാനം, ഈ ശ്ലോകം തമിഴ്നാട്ടിൽ പോപ്പുലറായിട്ടുള്ള സാധനമാണ്. അപ്പം ഞാനത് സമ്മതിച്ചു. ഇതെങ്ങനെ അവിടെ വന്നിട്ട് അയ്യങ്കാരുമാരുടെ കണക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ എനിക്ക് ഡൽഹി അസൈൻമെൻറ്റ്സ് പലതും ഉണ്ടായിട്ടുണ്ട്. ഈ റിഫൈനറിയിലെ ആൾക്കാർക്കൊരു ചെറിയ ആസ്കീത ഉണ്ടായിരുന്നു. ഡൽഹിക്ക് വിടുകയാണെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം പരിപാടിക്കൊക്കെ എന്നെ എല്ലാത്തിനും വിടും. എനിക്ക് ഡൽഹിയിൽ പോയി താമസിക്കണം, വിരോധമൊന്നുമില്ല. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഒരു ബന്ധു പറഞ്ഞിട്ട് തന്നെയാണ്, അവിടെ JNUവിൻ്റെ കിഴക്കേ ഗേറ്റിൽ ബേർ സറായ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു അയ്യങ്കാരുമാരുടെ അമ്പലമുണ്ട്. അവിടെ അതിൻ്റെ പേര് വൈകുണ്ഠനാഥ് ജി മന്ദിർ എന്നാണ്. അവിടെ ഇതേ പൂർണ്ണദശൻ മഹാവിഷ്ണു, പക്ഷേ അപ്പുറം ഇപ്പുറം ഭൂമി ലക്ഷ്മി ഉണ്ട്. പക്ഷേ ധ്യാനം അതേ ധ്യാനം. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചാൽ വാമപാദം പ്രസാരിയ. അപ്പം ഞാനിത് കഴിഞ്ഞ് തൊഴാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊഴലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ അവിടുത്തെ പൂജക്കാരനോട് ചോദിച്ചു, സ്വാമി ഇത് എപ്പടി? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്ഭുതമായി. അപ്പോൾ ശ്ലോകമൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് എക്സ്ചേഞ്ച് കഴിഞ്ഞപ്പോൾ എവിടെ വീട്, എവിടെ സ്ഥലം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കൊച്ചിയിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അവിടെ പരദേവതയ്ക്കും ഇതേ ധ്യാന ശ്ലോകം തന്നെയാണ്. അപ്പോൾ അത് പൂർണ്ണത്രയീശ എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഈ ധ്യാനം തമിഴ്നാട്ടിൽ വളരെ പോപ്പുലറായിട്ടുള്ളതാണ്. ശ്രീ വൈകുണ്ഠം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ, അവിടെ ഇതേ ധ്യാനമാണ്, അതാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചേക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ അവർ വന്നിട്ടില്ല അയാളുടെ അങ്ങനെയായിട്ടുള്ള സംഭാഷണത്തിൽ. അപ്പോൾ എൻ്റെ പേര് സാർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അനുജൻ. അനുജൻ, രാമാനുജൻ, ലക്ഷ്മണൻ. അതാണ്, അങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുക. നമ്മൾ ആലോചിച്ചില്ല. ഞാൻ എന്നേ വരെ അനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജൻ, നമ്മളെ നമ്പൂരിമാരെ അനിയൻ നമ്പൂരി, അനുജൻ എന്ന് പറഞ്ഞാൽ ആ പേര് മാത്രമേ ആലോചിച്ചുള്ളൂ. അപ്പോൾ അവർ അനുജൻ എന്ന് പറഞ്ഞപ്പോൾ രാമൻ്റെ അനുജനാണെന്നും ലക്ഷ്മണനാണെന്നും വരെ വൈഷ്ണവിസം, കറകളഞ്ഞ വൈഷ്ണവിസാണ് അവരുടെ. അപ്പോൾ ഇങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടല്ലേ എന്ന് എനിക്ക് അത്ഭുതമായി. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് 1 കൊല്ലം വണ്ടിയിൽ ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്ത് കൊല്ലം, ചെങ്കോട്ട, തിരുനെൽവേലി അവിടെ പോയിട്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ നവതിരുപ്പതി എന്ന് പറഞ്ഞ് ഒരു 50 അമ്പലങ്ങളുണ്ട്. നവതിരുപ്പതി തിരുനെൽവേലിയിലോ? 9 വൈഷ്ണവ അമ്പലങ്ങൾ. അതാണ് ശ്രീ വൈകുണ്ഠം സർക്യൂട്ട് എന്നാണ് പറയുക. അവിടെ ചെന്ന് ഈ അമ്പലങ്ങളിലൊക്കെ തൊഴുതു. അപ്പോൾ ഏകദേശം ഇത് ധ്യാനം. അപ്പോൾ വിഷ്ണു ഇരിക്കണത്, നിൽക്കണത്, കിടക്കണതായിട്ടുള്ള പല ധ്യാനങ്ങളാണിത്. പക്ഷേ 3 എണ്ണം ഇരിക്കണതാണ്. എക്സാക്ട്ലി ഇതേപോലെ ഞാൻ കണ്ടില്ല. പക്ഷേ എല്ലാ അമ്പലങ്ങളും എനിക്ക് പോകാൻ പറ്റിയില്ല. എങ്കിലും ഏകദേശം ഇതേപോലെ ഒന്ന് കൂട്ടിക്കൊള്ളും. അപ്പോൾ അങ്ങനെ ശ്രീ വൈകുണ്ഠം പറഞ്ഞാൽ ഇതുപോലെ വേറെ പല ദിക്കിലുണ്ട് ഇതേ ധ്യാനം എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെയൊക്കെ ഈ സന്താനഗോപാല കഥയായിട്ട് ബന്ധമുണ്ടോ? അതില്ല. സന്താനഗോപാല കഥ ഇവിടുത്തെ മാത്രമേ ബന്ധമുള്ളൂ. അത് വേറെ എവിടെയില്ല. ഈ പോസ്ചർ, അതായത് ഒരു കാല് തൂക്കിയിട്ടിട്ട് ഒരു കാലം മടക്കി വെച്ചിട്ടുള്ള ആ ധ്യാനം, ഇനി ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇതുണ്ട്. നമ്മുടെ ഡൽഹിയിൽ ഡൽഹിയിൽ നാഷണൽ മ്യൂസിയം, നമ്മുടെ ജൻപത്ത് റോഡിലെ നാഷണൽ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ 2 വിഗ്രഹങ്ങൾ ഇത് തന്നെ പൂർണ്ണദേശൻ, ഡിറ്റോ പൂർണ്ണദേശൻ. അതിൻ്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ട് ലൊക്കേഷൻ തമിഴ്നാട് 12th century എന്ന് എടുത്തേക്കണം. അവർ 19th century എന്നാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ തൃപ്പൂണിത്തുറ ഐതിഹ്യം എന്ന് പറഞ്ഞത് ആ സമയത്ത് എങ്ങാണ്ടോ അമ്പലം തുടങ്ങിയെന്നൊരു കഥ കേട്ടിട്ടുണ്ട് 12th century. അപ്പോൾ 12th century അപ്പോഴാണ് എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ ആൾവാർ നമ്മുടെ അവിടുത്തെ വൈഷ്ണവിസം ആൾവാർമാരുടെ കേമായിട്ടുള്ള ആൾവാറുണ്ട്. അവരുടെ ആൾവാർ തിരുനഗരി എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൽ ഒരു അമ്പലം ആൾവാർ തിരുനഗരിയാണ്. അതൊരു എനിക്ക് തോന്നുന്നു 25-30 കിലോമീറ്റർ ഉള്ളിൽ 9 അമ്പലം വരും. ആൾവാർ ഏകദേശം 11th century 12th century സമയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇവിടെ അയ്യങ്കാരുമാരുടെ 108 ദിവ്യദേശങ്ങൾ എന്ന് പറഞ്ഞ പേര്. അതറിയോ? ഇത് 108 വൈഷ്ണവ അമ്പലങ്ങൾ 108 എണ്ണമാണ് ലോകത്ത്. 1ാമത്തെ വൈകുണ്ഠമാണ്, 2ാമത്തെ ബദ്രീനാഥാണ്, അത് കഴിഞ്ഞാണ് 3 തിരുപ്പതിയൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ കേമായിട്ടുള്ള പരിപാടി. പക്ഷേ അതിൽ ഇതൊന്നും തൃപ്പൂണിത്തുറ വന്നിട്ടില്ല. ഇത് കേരളത്തിലെ 13 അമ്പലങ്ങളാണ് ഇതിൽ. 13. അത് കേരളം എന്നല്ല പറയാം, മലൈനാട് അമ്പലങ്ങൾ. അന്ന് അവർക്ക് മലനാടാണ്.
തമിഴ്നാട് മലയപ്പുറത്തുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ വടക്കും തുടങ്ങുകയാണെങ്കിൽ ആദ്യം തിരുമിറ്റക്കോട്, തിരുനാവായ, തിരുനാവായ, തിരുമിറ്റക്കോട്, തിരുമൂഴിക്കുളം, പിന്നെ തൃക്കാക്കര 4 ഉള്ളൂ. പിന്നെ അവിടെ നമ്മുടെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളുണ്ടല്ലോ, തിരുവല്ല അവിടെ, തൃച്ചിറ്റാറ്റ്, ആറന്മുള, പിന്നെ അങ്ങനെ ഒരു 5 അമ്പലങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രം, ആദികേശവൻ്റെ അമ്പലമില്ല, മറ്റേ തിരുവട്ടാറ്, അങ്ങനെയുള്ള അമ്പലങ്ങളാണ് 13. അതിൽ ഗുരുവായൂരില്ല, തൃപ്രയാറില്ല, തൃപ്പൂണിത്തുറയില്ല. അപ്പോൾ ഇതുണ്ടാക്കിയേക്കുന്നത് നമ്മളവരാണെന്നാണ് എൻ്റെ അറിവ്. ഈ 208 ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. അതിലില്ല എങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കണം ഇതൊക്കെ വന്നത്. ആൾവാറുടെ കാലം കഴിഞ്ഞിട്ടാണ് ഈ പ്രോമിനൻസ് വന്നത്. ഗുരുവായൂർ വന്നിട്ട് എത്ര, ഗുരുവായൂർ ഇത്ര പ്രസിദ്ധിയായിട്ട് എത്ര പോലെ, മേപ്പത്തൂർ കഴിഞ്ഞിട്ടുള്ള എത്രയേ ഉള്ളൂ, അതുവരെ ഒന്നുമില്ല. അതാണ് ഇതാ. അപ്പോൾ ആ സമയത്ത് തൃപ്പൂണിത്തുറ, അതിന് നമുക്ക് കറക്റ്റ് ഡേറ്റ് എടുക്കാൻ, ഈ തൃപ്പൂണിത്തുറയുടെ പ്രസിദ്ധി ഒരു 12th century കഴിഞ്ഞിട്ട് വന്നു എന്ന് വേണം കൂട്ടാൻ. തൃപ്പൂണിത്തുറയില്ല, ഗുരുവായൂരില്ല, തൃപ്പൂണിത്തുറയില്ല. വലിയ വിഗ്രഹങ്ങൾ, കേരള വിഗ്രഹങ്ങൾ, ഗംഭീര വിഗ്രഹമല്ലേ. ഇതേ പ്ലാനിൽ തമിഴ്നാട്ടിലും വിഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് ക്യാപ്ചർ ചെയ്തിട്ടില്ല. എന്നാൽ തൃക്കാക്കരയുണ്ടേനും. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായി തെക്കോട്ട് ദർശനമായൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഐതിഹ്യത്തിൽ പറയുന്ന ഈ ഗണപതിയുടെ പ്രതിഷ്ഠ തെക്കോട്ടായതിനു പുറകിലും മറ്റൊരു സംഭവമുണ്ട്. ദ്വാരകയിൽ നിന്നും തിരിച്ചെത്തി കുട്ടികളെ ബ്രാഹ്മണനെ ഏൽപ്പിച്ചതിന് ശേഷം വൈകുണ്ഠത്തിൽ നിന്നും ലഭിച്ച മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനായി ഉത്തമമായ ഒരു സ്ഥലം തേടി ഗണപതിയെയും കൂട്ടി അർജുനൻ ആദ്യമായി തൃപ്പൂണിത്തുറയിലെത്തിയത് പൂണിത്തുറ എന്ന സ്ഥലത്താണ് എന്ന് പറയുന്നു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി പേട്ടയിലേക്ക് പോകുന്ന വഴി ഗാന്ധി സ്ക്വയറിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പൂണിത്തുറ സ്ഥിതി ചെയ്യുന്നത്. പൂണിത്തുറ കൊട്ടാരവും അതിനോട് ചേർന്ന് തന്നെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഒക്കെയുണ്ട്. അർജുനൻ പണ്ട് വിഗ്രഹം സൂക്ഷിച്ചു എന്ന് പറയുന്ന ഭാഗത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണത്രയീശൻ്റെ പഴയ സ്ഥാനം എന്ന നിലയിൽ ഉത്സവകാലത്ത് അങ്ങോട്ടേക്ക് എഴുന്നള്ളിപ്പും അവിടെ ഇറക്കിപ്പൂജയുമൊക്കെ പതിവുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ പൂർണ്ണത്രയീശനെ പൂജിക്കുന്നതിനായി ഒരു പ്രത്യേകം ശ്രീകോവിലുമുണ്ട്. ഇനി ബാക്കി കഥയിലേക്ക് വരാം. അങ്ങനെ പൂണിത്തുറയിലെത്തി ഈ സ്ഥാനത്ത് വിഗ്രഹം സൂക്ഷിച്ചതിന് ശേഷം അർജുനൻ ഗണപതിയെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതിനായി അയച്ചു. പ്രതിഷ്ഠാസ്ഥാനം തേടിയിറങ്ങിയ ഗണപതി ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലം കണ്ടുപിടിക്കുകയും ഉത്തമമായ ഈ സ്ഥലം കണ്ട് ബോധിച്ച വിനായകൻ താൻ വന്ന കാര്യത്തെപ്പറ്റി ഓർക്കാതെ പ്രതിഷ്ഠാസ്ഥാനത്ത് കയറി സ്വയം പ്രതിഷ്ഠയായിരുന്നു. മുഹൂർത്ത സമയം അടുത്തിട്ടും ഗണപതിയെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ അർജുനൻ കണ്ടത് പ്രതിഷ്ഠാസ്ഥാനത്ത് കയറിയിരിക്കുന്ന ഗണപതിയെയാണ്. ദേഷ്യമെന്ന അർജുനൻ ഗണപതിയെ എടുത്ത് തെക്കോട്ട് തിരിച്ചിരുത്തി. തൽസ്ഥാനത്ത് മുഹൂർത്ത സമയത്തു തന്നെ പൂർണ്ണത്രയീശനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണത്രേ ഗണപതി തെക്കോട്ട് പ്രതിഷ്ഠയായി തീർന്നത്. ഇവിടെ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ അർജുനൻ കൊളുത്തിയതെന്ന് കരുതപ്പെടുന്ന ഒരു കെടാവിളക്കുണ്ട്. അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പ്രതിഷ്ഠയ്ക്ക് ശേഷം വിളക്ക് കത്തിക്കുന്നതിനായി അർജുനൻ ഈ പ്രദേശത്ത് അന്ന് സുലഭമായി വളർന്നു നിന്നിരുന്ന എള്ളുചെടിയിൽ നിന്നും കായകൾ പൊട്ടിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് അരണി കടഞ്ഞെടുത്ത അഗ്നി കൊണ്ട് അർജുനൻ കൊളുത്തി എന്ന് കരുതപ്പെടുന്ന വിളക്കാണത്. ഇവിടെ ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടുകളിൽ ഒന്നാണ് ഈ കെടാവിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ സമർപ്പിക്കുക എന്നുള്ളത്. ഒരു പുത്തൻ എണ്ണ എന്നും ഒൽപ്പെണ്ണ എന്നുമൊക്കെയാണ് ഇതറിയപ്പെടുന്നത്. ശ്രീകോവിലിൻ്റെ പുറകിലായി അനന്തന് പ്രത്യേകമൊരു പ്രതിഷ്ഠയുണ്ട്. സാധാരണയായി വിഷ്ണു ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിന് പുറകിൽ അനന്തന് ഒരു സ്ഥാനം പതിവുണ്ട്. ശിവേലിക്കും മറ്റും ബലി തൂവുന്ന സമയത്ത് ഇവിടെ അനന്തന് തൂവുകയും ചെയ്യും. പക്ഷേ ആ ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. പ്രതിഷ്ഠയായി അധികമെങ്ങും കാണാറുമില്ല. പക്ഷേ ഇവിടെ ശ്രീകോവിലിനുള്ളിൽ തന്നെ പുറകിലായി ഇടനാഴിയിൽ അനന്തന് പ്രത്യേകമൊരു പ്രതിഷ്ഠ തന്നെയുണ്ട്. ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ വാതിലിന് സമീപമുള്ള ദ്വാരത്തിലൂടെ നോക്കിയാൽ അകത്ത് അനന്തപ്രതിഷ്ഠയ്ക്ക് മുൻപിൽ വിളക്ക് കൊളുത്തിയിരിക്കുന്നതും കാണാം. ഇതുകൂടാതെ അനന്തന് പ്രത്യേകം പ്രതിഷ്ഠയായി കണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂരെ തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിലാണ്. അവിടെ പക്ഷേ ശ്രീകോവിലിന് പുറത്ത് ഒരു പ്രത്യേകം ശ്രീകോവിലിനുള്ളിലാണ് എന്ന് മാത്രം. അതുപോലെ ബിംബം പ്രതിഷ്ഠിച്ച തന്ത്രിക്കായി ക്ഷേത്രത്തിനുള്ളിൽ ഒരു സ്ഥാനം നൽകിയിരിക്കുന്നതും ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കും. മണ്ഡപത്തിന് താഴെയായി വടക്കുകിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ ബലിക്കല്ല് കാണാം.
ശീവേലി സമയത്ത് ഇവിടെ ബലി തൂവുകയും പതിവുണ്ട്. പുറത്തേക്കിറങ്ങിയാൽ വിളക്കുമാടത്തിൻ്റെ വശങ്ങളിൽ രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്തായി കാണുന്നത് ആനപ്പന്തലാണ്. 15 ആനകൾക്ക് അവിടെ സുഖമായി നിരന്നു നിൽക്കാം. അത്രയും തന്നെ വീതിയുണ്ട് തെക്കേ തിരുമുറ്റത്തിനും. ഉത്സവകാലത്ത് നടക്കുന്ന പഞ്ചാരിമേളത്തിന് ഇവിടെ നല്ലൊരു വേദിയാണ്. തെക്ക് ഭാഗത്ത് കാണുന്ന ഇരുനില മാളിക കൊച്ചി രാജകുടുംബം വകയാണ്. ഉത്സവകാലത്ത് മറ്റും രാജകുടുംബാംഗങ്ങൾ ചടങ്ങുകളും മറ്റും വീക്ഷിക്കുന്നതിനായി ഇവിടെ വന്നിരിക്കുന്നതും പതിവാണ്. പടിഞ്ഞാറേ മാളികയുടെ ഭിത്തിയിൽ കൗതുകമുള്ള ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു മാനിന് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന വേട്ടക്കാരൻ. ക്ഷേത്രത്തിൽ പക്ഷേ ഇങ്ങനെയൊരു ചിത്രത്തിൻ്റെ ആവശ്യം മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഒരു കലാകാരൻ്റെ ഭാവന മാത്രമായിരിക്കാം അത്. ഇവിടെ ഈ മാളികയുടെ മുൻപിലായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഴുന്നള്ളിച്ച് നിർത്തിയാണ് ഉത്സവകാലത്ത് പഞ്ചാരിമേളം 5-ാം കാലം കലാശിക്കുന്നത്. തിരുമുൻപിൽ മേളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്കും പടിഞ്ഞാറും ഗോപുരങ്ങളുണ്ട്. വടക്ക് ഭാഗത്ത് ഊട്ടുപുരയും ദേവസ്വം ഓഫീസുമൊക്കെയാണ്. അർജുനതീർത്ഥം എന്നറിയപ്പെടുന്ന ക്ഷേത്രകുളം വടക്കുകിഴക്ക് ഭാഗത്തായി ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്താണ്. ക്ഷേത്രത്തിലെ നിർമ്മിതികളിൽ ഏറ്റവും പുരാതനമായി അവശേഷിക്കുന്ന ഒന്നാണ് പടിഞ്ഞാറേ ഗോപുരം. കൊത്തുപണികളും ദാരുശില്പങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു മനോഹര നിർമ്മിതി. മുകൾ തട്ടിലായി ധാരാളം കൊത്തുപണികൾ നിറഞ്ഞ ഒരു മണ്ഡപവുമുണ്ട്. AD 1677 ഈ ഗോപുരം പുതുക്കി പണിയുകയുണ്ടായി എന്ന് ക്ഷേത്രം രേഖകൾ പറയുന്നു. കൊച്ചി രാജാവിൻ്റെ സജീവനായിരുന്ന വീരരവിവർമ്മയുടെ കാലത്തായിരിക്കാം ഇത് നടന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിന് മുൻപ് ഈ ഗോപുരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ കണക്കാക്കാം. പടിഞ്ഞാറേ ഗോപുരത്തിന് മുൻപിലായി വളരെ പുരാതനമായ 9 തട്ടുകളുള്ള പുരാതനമായ ഒരു ഓട്ടുവിളക്കുമുണ്ട്. ഇതിന് മുകളിൽ ഗരുഡശില്പവും താഴെയുള്ള പൂർണ്ണത്രയീശൻ്റെ ഒരു കൊച്ചു വിഗ്രഹവുമൊക്കെ ശ്രദ്ധേയമാണ്. ഗോപുരത്തിന് പടിഞ്ഞാറ് വശത്തായി ഒരു വലിയ പാലയുണ്ട്. ഈ പാലയിൽ ഒരു യക്ഷി സങ്കല്പമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗോപുരത്തിൻ്റെ വടക്കുവശത്തായി തുളു ബ്രാഹ്മണ സഭയുടെ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഗോപുരത്തിൻ്റെ മുഖപ്പിൽ പുരാണ കഥാസന്ദർഭങ്ങൾ ഒറ്റത്തടിയിൽ കൊത്തിവെച്ചിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തെക്കേ മതിൽക്കകത്ത് ദീപസ്തംഭത്തിൻ്റെ തൊട്ട് കിഴക്കായി പ്രദക്ഷിണ വഴിയോട് ചേർന്ന് കാണുന്ന ബലിക്കല്ല് വില്ലുവങ്കലം സ്വാമിയരെ സങ്കല്പിച്ചുള്ളതാണ്. ഇവിടെ കുറച്ച് പടിഞ്ഞാറ് മാറി കാണുന്ന മറ്റൊരു ബലിക്കല്ല് ഇപ്പോഴത്തെ വിഗ്രഹം നിർമ്മിച്ച പണ്ടാരപ്പള്ളി മൂശാരിയെ സങ്കല്പിച്ചുള്ളതാണ്. ഈ 2 ബലിക്കല്ലിലും ശീവേലി സമയത്തും മറ്റും ബലി തൂവുകയും പതിവുണ്ട്.